ആഴ്ച 7 പേർ നോമിനേറ്റ് ആയിരിക്കുകയാണ്. ആരൊക്കെ? ഇതിൽ ആരൊക്കെ പുറത്തേക്ക് പോകും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 6:15 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കളിയും ചിരിയും വർത്തമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ബിഗ് ബോസ് പറയുന്നു, 13ാം ആഴ്ചയാണ് നിങ്ങൾ എല്ലാവരും നോമിനേഷനിൽ കടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ 8 തവണ ഈ ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ വന്നിരിക്കുന്നത് അനുവും നെവിനും ആണെന്ന് പറയുന്നു. 2 പേരും 8 തവണ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും കുറവ് 5 തവണ നോമിനേഷൻ വന്നിട്ടുള്ളത് അനീഷാണെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അനു ആദ്യം വന്നിട്ട് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ വന്നിട്ട് പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നെവിൻ വന്നിട്ട് പ്രേക്ഷകരോട് നന്ദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ അതിനിടയ്ക്ക് കരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അനീഷ് വന്നിട്ട് നന്ദി പറയുന്നു. ആദ്യം അനീഷ് നന്ദി പറയുന്നത് വീട്ടുകാരോടാണ്, എന്നിട്ടാണ് പ്രേക്ഷകരോട് നന്ദി പറയുന്നത്. അപ്പോൾ ആദ്യം വീട്ടുകാരോട് നന്ദി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരാണല്ലോ അനീഷിനെ ഇത്രയും നോമിനേഷനിൽ സേഫാക്കി നിർത്തിയത്. അതുകൊണ്ടാണ് ആദ്യം വീട്ടുകാരോട് നന്ദി പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. അതിനുശേഷം അനീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാവരും കോടന്നൂരിലേക്കും വരണം, അതുപോലെ തന്നെ മഞ്ഞ പെയിൻ്റ് അടിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇതറിയുമ്പോൾ എൻ്റെ അമ്മയ്ക്കും സഹോദരനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നു, 8 തവണ നോമിനേഷൻ വന്നിട്ട് രക്ഷപ്പെട്ട അനുവിനും നെവിനും ഒരു സമ്മാനം സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സമ്മാനം എന്ന് ചോദിക്കും. സമ്മാനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാത്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 25 കോഴിമുട്ടയാണ് സമ്മാനം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നെവിനും അതുപോലെ തന്നെ അനുവിനുമുള്ള കോഴിമുട്ട സ്റ്റോർ റൂമിൽ പോയിട്ട് നമ്മുടെ ക്യാപ്റ്റനായ നൂറ് എടുത്ത് കൊണ്ടുവരുന്നു. കൂടയിൽ മുട്ടകര കൊണ്ടു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് 2 പേരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഏറ്റവും കുറവ് തവണ നോമിനേഷൻ വന്നിട്ടുള്ള അനീഷിന് 5 ലിറ്റർ പാലും സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇതല്ലേ ആഗ്രഹിച്ചത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആകുന്നു. അങ്ങനെ കളിയും ചിരി കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്. പിന്നീട് നോമിനേഷനിലേക്ക് വരുന്നു. ബിഗ് ബോസ് പറയുന്നു, ഇനി നോമിനേഷൻ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ നൂറ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവരും അതൊക്കെ പറയുമ്പോൾ എല്ലാവരും കൈയടിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമ്മുടെ അക്ബറും നെവിനും കൂടി നേരെ പുറത്തേക്ക് പോയിരുന്ന് ഇവർ 2 പേരും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ പിടിച്ച് നോമിനേഷൻ ചെയ്യാൻ ഇരുന്നതാണ് എല്ലാവരും കൂടി. നമുക്ക് ഇപ്പോൾ വീണതിന് 6 വോട്ട് വീതം കാണാം. നമ്മളെ പിടിച്ചിടാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷേ ബിഗ് ബോസ് അവരുടെ പ്ലാനൊക്കെ പൊളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേരും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്നു നെവിനെ, അക്ബറെ, അതുപോലെ തന്നെ ഷാനവാസെ, അനീഷ്, ആദില, നൂറ, അതുപോലെ തന്നെ അനുമോളെ, സാബുമേനെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല ഇതുവരെ. കാരണം ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ വരുന്ന ആഴ്ച എല്ലാവരും നോമിനേഷന് വരും. അത് സ്വാഭാവികമാണ്. അതിനിങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ വരും. അതായത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആൾ മാത്രം നേരിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരും. അതെല്ലാവർക്കും നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ അറിയാം. പക്ഷേ എന്നിട്ടും ബിഗ് ബോസ് വീട്ടിലുള്ള ഇവർക്ക് അറിയത്തില്ല. പക്ഷേ അനീഷിന് അറിയാമായിരിക്കും കേട്ടോ. കാരണം അനീഷ് ഇത്രയും അതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ. അപ്പോൾ അനീഷിന് അറിയാമായിരിക്കും. പക്ഷേ എങ്കിലും അനീഷ് ആരോടൊന്നും പറയുന്നില്ല, അത് മാത്രം. ഓക്കെ, ഇനി നോമിനേഷനിൽ ആരൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ ഒഴിച്ച് സാബുമാൻ, അനുമോൾ, അനീഷ്, നെവിൻ, അക്ബർ, ഷാനവാസ്, ആദില, ഇവർ 7 പേരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇവരിൽ ആര് വേണമെങ്കിലും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇതിൽ ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുത്തിട്ട് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പണപ്പെട്ടി വരട്ടെ. അതിൻ്റെ വിശദാംശങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇതിലിപ്പോൾ സാബുവിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സാബുവിന് കുറച്ചും കൂടി ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായി കഴിഞ്ഞാൽ ടോപ്പ് 5 അർഹിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് സാബുവിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ അനുമോളുടെ
അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമോൾ എന്തായാലും ടോപ്പ് 5 അറിയിക്കുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്നൊക്കെ കളിക്കുന്ന ഒരാളാണ്. പിന്നെ അനീഷിനെ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമൊന്നുമില്ല, അനീഷ് തീർച്ചയായിട്ടും ടോപ്പ് 5 അറിയിക്കുന്ന ഒരാൾ തന്നെയാണ് അനീഷ്. പിന്നെ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിൻ്റെ ഈ അഗ്രഷനൊക്കെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നെവിനും ടോപ്പ് 5 അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അക്ബറിൻ്റെ കാര്യം പറയാൻ നെവിൻ്റെ സെയിം റീസൺ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ടോപ്പ് 5 അറിയിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ കുറച്ച് അഗ്രസീവ് ആവാതെ ഇരുന്നാൽ മതി, അതായത് ദേഷ്യം കുറച്ച് കഴിഞ്ഞാൽ അക്ബറും ഡിസർവ് തന്നെയാണ്. പിന്നെ ഷാനവാസിൻ്റെ കാര്യം പറയാനുള്ളത്, ഷാനവാസും ടോപ്പ് 5 അറിയിക്കുന്ന ഒരാൾ തന്നെയാണ്, നന്നായിട്ട് ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ ആദിലയുടെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു പക്ഷേ അതിൽ പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോപ്പ് 5 അറിയിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. പക്ഷേ പണപ്പെട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് 5 ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദിലയുടെ കാര്യം മാത്രം ഉറപ്പ് പറയാത്തത്. പക്ഷേ ഇതിൽ ആദിലയോ അല്ലെങ്കിൽ നെവിനോ പണപ്പെട്ടി എടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പക്ഷേ നെവിനോട് പണപ്പെട്ടി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. പക്ഷേ എന്താണ് നെവിൻ്റെ ഡിസിഷൻ അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാവുന്നതാണ്. ഇനി പണപ്പെട്ടി ടാസ്ക് ആയിരിക്കും ഇനി അടുത്ത് വരിക. ഇപ്പോൾ അവർ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമേ കണ്ടൻറ്റ് ഒന്നുമേ ഇല്ല. ഓക്കെ, ഇനി ഇപ്പോൾ 2-3 പ്രൊമോകൾ വന്നിട്ടുണ്ട്, നല്ല രസകരമായൊരു പ്രൊമോയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെവിൻ ഒരു ചെക്ക് പിടിച്ച് ഓടുന്ന പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരും മണിക്കൂറുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഈ ഒരു നോമിനേഷൻ കണ്ടിട്ട് എന്താണ് തോന്നിയത്? ആരായിരിക്കും പണപ്പെട്ടി എടുത്ത് പോവുക, ആരായിരിക്കും ഈ വീക്ക് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 7 മത്സരാർത്ഥികളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നോമിനേഷൻ നേരിടുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും പ്രേക്ഷകരെ അതായത് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ മാത്രം വോട്ട് ചെയ്തിട്ട് ടോപ്പ് 5 അർഹിക്കുന്നവരെ മാത്രം കയറ്റി വിടുക, അല്ലാത്തവരെ ഔട്ടാക്കി വിടുക ഇനിയെങ്കിലും ശ്രമിക്കുക. കാരണം ഇത് ക്രൂഷ്യൽ മൊമെൻ്റാണ്. ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, കാരണം പ്രേക്ഷകർക്ക് ഇനി ഒരു അവസരം കിട്ടില്ല. കാരണം ഈ ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നോമിനേഷൻ ഇല്ല, പിന്നെ എല്ലാവരും ടോപ്പ് 5 ആയി കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഗ്രാൻഡ് ഫിനാലെ വീക്കിലായിരിക്കും പിന്നെ വോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക. അപ്പോൾ ഈ ഒരു ആഴ്ച മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുക. അപ്പോൾ ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങൾ മത്സരാർത്ഥികളെ മത്സരം കണ്ട് വീക്ഷിച്ച് അവരുടെ മത്സര പ്രകടനം എങ്ങനെയാണോ അതുപോലെ അവർക്ക് വോട്ട് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്ത് നിങ്ങൾ അവരെ മുന്നോട്ട് നയിപ്പിക്കുക. അവിടെ ഉറപ്പിക്കളിക്കുന്നവരെ, അതായത് നന്നായിട്ട് കളിക്കാത്തവരെ അവിടെ ദയവ് ചെയ്ത് അവിടെ തുടരാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, അത് നമ്മുടെ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാനും കൂടി പറയുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ടോപ്പ് 5 അർഹിക്കുന്നവരെ മാത്രം അവിടെ നിലനിർത്തുക, അല്ലാത്തവരെ പുറത്തേക്ക് കളയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം വെച്ചിട്ടായിരിക്കണം ഇന്ന് രാത്രി 10:30 ശേഷം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.